Hi, welcome back to another video lecturing. നമ്മൾ ഈ സെഷനിൽ പഠിക്കാൻ പോകുന്നത് നാത്തോസ്റ്റൊമേറ്റൻസിൽ വരുന്ന ആനിമൽ ഗ്രൂപ്പുകളെ കുറിച്ചാണ്. നാത്തോസ്റ്റൊമേറ്റ്സ് മീൻസ് ജോഡ് വെർട്ടിബ്രേറ്റ്സ്. നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിച്ചാണ്. ജോഡ് വെർട്ടിബ്രേറ്റ്സ്, ജോ ഉള്ള വെർട്ടിബ്രേറ്റ്സ് തന്നെ രണ്ട് ഗ്രൂപ്പ് ഉണ്ട്. These jawed vertebrates includes two superclasses. They are superclass Pisces and superclass Tetrapods. Superclass Pisces and superclass Tetrapods. അതിൽ പിസസ് എന്ന് പറയുമ്പോൾ ഫിൻസ് ലോക്കോമോട്ടറി ഓർഗൻ ആയിട്ടുള്ളവരും ടെട്രാപോഡ്സ് ലിംബ് ലോക്കോമോട്ടറി ഓർഗൻ ആയിട്ടുള്ളവരും. പ്രീവിയസ് വീഡിയോ വാച്ച് ചെയ്യുക, നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതെല്ലാം. ഇതിൽ നമ്മൾ ഫസ്റ്റ് ജോഡ് വെർട്ടിബ്രേറ്റ്സ് ആയിട്ടുള്ള സൂപ്പർ ക്ലാസ് പിസസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം ഈ സെഷനിൽ. സൂപ്പർ ക്ലാസ് പിസസ്, പിസസ് ഓർ ഫിഷസ്. അപ്പൊ ഇവരാരാണ്? ഫിഷസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സൂപ്പർ ക്ലാസ് പിസസ് മീൻസ് ദേ ആർ നത്തിങ് ബട്ട് ഫിഷസ്. ഫിഷസിന്റെ ജനറൽ ക്യാരക്ടേഴ്സ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഈ സൂപ്പർ ക്ലാസ് പിസസ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. അതിൽ ടു ക്ലാസ്സിൽ വരുന്നുണ്ട്. ടു ക്ലാസ്സസ് ആണ് അതിൽ ഇൻക്ലൂഡ് ആകുക. ക്ലാസ് കോൺട്രിക്ടൈസ് ആൻഡ് ക്ലാസ് ഓസ്റ്റിക്ടൈസ്. കാർട്ടിലേജിനസ് ഫിഷസും ബോണി ഫിഷസും അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ജനറൽ ക്യാരക്ടേഴ്സ് ഫിഷസ് ആണ് എന്ന് പറയുമ്പോൾ ഈ കോൺട്രിക്ടൈസിനും ഓസ്റ്റിക്ടൈസിനും കോമൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് ആദ്യം പറയാൻ പോകുന്നത്. ജനറൽ ക്യാരക്ടേഴ്സ് ഓഫ് ഫിഷസ്, ഓൾ ഫിഷസിന്റെ ക്യാരക്ടർ ആണ്. അതിൽ കോൺട്രിക്ടൈസും ഇൻക്ലൂഡഡ് ആവും, ഓസ്റ്റിക്ടൈസും ഇൻക്ലൂഡഡ് ആവും. ജനറൽ ക്യാരക്ടേഴ്സ് ഓഫ് ഫിഷസ്. ലെറ്റ്സ് സീ. ഫസ്റ്റ് സൂപ്പർ ക്ലാസ് പിസസ് ഓർ ഫിഷസ്, ഇവരുടെ ജനറൽ ക്യാരക്ടേഴ്സ് എടുത്താൽ all fishes are poikilotherms or cold blooded. ഫിഷസ് എല്ലാം poikilotherms ആണ്, അല്ലെങ്കിൽ കോൾഡ് ബ്ലഡഡ് ആണ്. മീൻസ് their body temperature is not constant. കോൺസ്റ്റന്റ് ആയിട്ടുള്ള ബോഡി ടെമ്പറേച്ചർ അല്ല അവർക്കുള്ളത്. Their body temperature always varies in according to the surrounding temperature. These fishes are most abundant vertebrates. Fishes are the most abundant vertebrates. Vertebrate ഏറ്റവും abundant ആയിട്ടുള്ള ഗ്രൂപ്പ് ഫിഷസ് ആണ്. ഏറ്റവും കൂടുതൽ ഡൈവേഴ്സിറ്റി ഉള്ള animal vertebrates ആണ് fishes. So these are the most abundant vertebrates. Fishes are the most abundant vertebrates. See, ഇതൊരു ഫിഷ് ബോഡി ആണെങ്കിൽ, ഇതൊരു ഫിഷ് ബോഡി ആണെങ്കിൽ നമ്മൾ ഫിഷ് ബോഡി എടുത്താൽ ഫിഷസ് എന്നുള്ള ടേം തന്നെ വരാൻ കാരണം, ഫിഷസ് ഈ ഗ്രൂപ്പിനെ ഫിഷസ് എന്നുള്ള സൂപ്പർ ക്ലാസ് ആയി ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം തന്നെ അവരുടെ ലോക്കോമോട്ടറി ഓർഗന്റെ ബേസിസിലായിരുന്നു. സോ ദീസ് ഫിഷസ് ദേ ഹാവ് ഫിൻസ് ഫോർ ലോക്കോമോഷൻ. ഫിൻസ് ആണ് അത് സ്വിം ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ട്രക്ചർ. സോ ദേ ഹാവ് ഫിൻസ് ഫോർ ലോക്കോമോഷൻ. ഏതെല്ലാം ഫിൻസ് ആണ് അവർക്ക് കാണാൻ നോക്കാം. Their fins includes dorsal fin, dorsal saddle fin കാണുന്നു, dorsal fin, caudal fin, tailil കാണുന്ന fin caudal fin, anal fin and paired fins. They are a pair of pectoral fins and a pair of pelvic fins. They are togetherly called as paired fins. So they have paired fins for locomotion. Here paired fins കാണുന്നു. So fishes super class pisces എന്ന് കാറ്റഗറൈസ് ചെയ്യാൻ തന്നെ കാരണം അവരുടെ ലോക്കോമോട്ടറി സ്ട്രക്ചറിന്റെ ബേസിസിലായിരുന്നു. They have fins for locomotion. Their fins includes dorsal fin, caudal fin, pectoral fin, pelvic fin and anal fin. ഇതിൽ ഈ caudal fin എടുത്തു കഴിഞ്ഞാൽ ടൈലിൽ കാണുന്ന ഫിൻ caudal fin. Then their caudal fins includes homocercal and heterocercal caudal fin. Homocercal and heterocercal. Homocercal means ഇത് ഇവരുടെ caudal fin ആണെങ്കിൽ മോർഫോളജിക്കലി സിമിലർ ആണ്.
അപ്പർ ലോബും ലോവർ ലോബും മോർഫോളജിക്കലി സിമിലർ ആണ്. ഫിന്നിന്റെ അപ്പർ ലോബ് ഇതാണ്, ഇത് ലോവർ ലോബ്. അപ്പൊ ഇവിടെ നോക്കിയേ, ഫിന്നിന്റെ അപ്പർ ലോബും ലോവർ ലോബും മോർഫോളജിക്കലി സിമിലർ ആണ്. ദിസ് മോർഫോളജിക്കലി സിമിലർ കോഡൽ ഫിൻ ഈസ് ഹോമോസെർക്കൽ. അപ്പർ ലോബും ലോവർ ലോബും മോർഫോളജിക്കലി സിമിലർ ആണെങ്കിൽ that condition is homocircle. Upper and lower lobe is morphologically similar. അത് homocircle caudal fin. എന്നാൽ heterocircle എടുത്താൽ large upper lobe and small lower lobe. Caudal fin ന്റെ upper lobe largeും lower lobe small ആണ്. That means the limb is the caudal fin is not morphologically similar. ഇത് morphologically dissimilar ആണ്. They are called as heterocircle caudal fin. Heterocircle morphologically dissimilar ഉം homocircle morphologically similar ആണ്. So two types of caudal fins are present in fishes. They are homocircle and heterocircle caudal fins. Then see here, ഈ animal എടുത്താൽ ഇവർക്ക് nostril present ആണ്, nostril. So they have nostril only for olfactory function, smell ചെയ്യാൻ വേണ്ടി മാത്രമാണ്. So they have nostrils only for olfactory function. Smelling എന്നുള്ള function മാത്രം. So they have nostrils only for olfactory function. നമ്മൾ ഇനി ഇവരുടെ respiration എടുത്താൽ, the respiration is branchial. Branchial respiration, respiration by means of gills called as branchial respiration. ഗിൽസിലൂടെയുള്ള respiration ആണ് ഇവർക്ക് കാണുക. So their respiration is branchial, means their respiration by means of gills. So they have gills for respiration. Then circulation. Circulation is closed type. നമുക്ക് എല്ലാ vertebrates-ലും closed circulation തന്നെ. Here the circulation is closed type with the two-chambered heart. With the two-chambered heart and their circulatory system. Circulatory systemത്തിൽ two-chambered heart കാണുന്നു. The chambers are, ഏതെല്ലാമാണ് ആ chambers നോക്കാം. ഏതെല്ലാമാണ് ആ chambers നോക്കിയോ. Chambers are one atrium and one ventricle. Chambers are one atrium and one ventricle. അല്ല two chambered heart. The chambers are one atrium and one ventricle. ഇനി ഇവരുടെ ബോഡിയിൽ എടുത്തു കഴിഞ്ഞാൽ, suppose the body organ, ഞാൻ എല്ലാം കൂടെ ചേർത്ത് ഓർഗൻസ് എന്ന് കൊടുക്കണം, എല്ലാ ബോഡി ഓർഗൻസിനെയും കൂടെ ചേർത്ത്. ഈ ബോഡി ഓർഗൻസിൽ നിന്ന് ലീവ് ചെയ്യുന്ന ബ്ലഡ് ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. See here, the deoxygenated blood from body organs are transported to the atrium of the heart. എന്ത് ബ്ലഡ് ആണ്? Deoxygenated blood. The deoxygenated blood from body organs are transported to the atrium of heart. Heart atriumത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. This deoxygenated blood passes through the heart. Deoxygenated blood ഹാർട്ടിലൂടെ പാസ് ചെയ്യും. And from the heart, this deoxygenated blood transported to the gills for oxygenation. So from the heart, in the blood ആണ് deoxygenated blood. Deoxygenated blood transported to gills for oxygenation. Gills ആണ് അവരുടെ respiratory organ. Oxygenation വേണ്ടി gillsലേക്ക് transport ചെയ്യും. And from the gills, oxygenated blood directly transported to body organs. From the gills, oxygenated blood directly transported to body organ. ഗിൽസിൽ നിന്നും ഓക്സിജനേറ്റഡ് ബ്ലഡ് ഡയറക്റ്റ് ബോഡി ഓർഗൻസിലേക്ക് അങ്ങ് ട്രാൻസ്പോർട്ട് ചെയ്തു. അവരുടെ സർക്കുലേഷൻ നോക്കിയേ. ഹാർട്ടിൽ ഇപ്പം നമുക്ക് സർക്കുലേഷൻ എടുത്താൽ നമ്മുടെ ബോഡിയിൽ ആദ്യം ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ഹാർട്ടിൽ വരും. ഫ്രം ദ ഹാർട്ട് ദ ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ട്രാൻസ്പോർട്ടഡ് ടു ലങ്സ്. ഹാർട്ടിൽ നിന്ന് ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ലങ്ങിൽ പോകും. അവിടെ വെച്ചത് ഓക്സിനേറ്റഡ് ആകും. After oxygenation, the oxygenated blood again transported to heart, then only transported to body organ. ലങ്സിൽ വെച്ച് ഓക്സിജനേറ്റഡ് ആയി അത് വീണ്ടും ഹാർട്ടിൽ വന്നിട്ട് അടുത്ത ഓർഗനിലേക്ക് പോകും. So for the completion of one cycle, 2 times blood passes through the heart in our body. So our circulation is double circulation, complete double circulation എന്ന് പറയുക. But here the circulation is single circulation. ഹാർട്ടിലൂടെ ബ്ലഡ് ഒറ്റ തവണയെ പാസ് ചെയ്യുന്നുള്ളൂ, അല്ലേ? ബോഡി ഓർഗനിൽ നിന്നും ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ഹാർട്ടിൽ വന്നു. ഹാർട്ടിൽ നിന്നും ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ഗിൽസിൽ പോയി. ഗിൽസിൽ നിന്നും ഓക്സിജനേറ്റഡ് ആയതിനു ശേഷം വീണ്ടും ഹാർട്ടിൽ വന്നിട്ടല്ല പോകുക, പകരം ഗിൽസിൽ നിന്നും ഡയറക്റ്റ് ബോഡി ഓർഗൻസിലേക്കാണ് പോകുക. This is single circulation.
സോ ഫിഷസിന്റെ സർക്കുലേഷൻ പറയുക സർക്കുലേറ്ററി പാത്ത് സിംഗിൾ സർക്കുലേഷൻ. സിംഗിൾ സർക്കുലേഷൻ ആണുള്ളത്. ഇനി സിംഗിൾ സർക്കുലേഷനിൽ ഹാർട്ടിലൂടെ എങ്ങനെയുള്ള ബ്ലഡ് മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ? ഹാർട്ടിലൂടെ ഡിയോക്സിനേറ്റഡ് ബ്ലഡ് മാത്രമല്ലേ പാസ് ചെയ്യുന്നുള്ളൂ? സോ ഓൺലി ഡിയോക്സിനേറ്റഡ് ബ്ലഡ് പാസസ് ത്രൂ ദെയർ ഹാർട്ട്. ഡിയോക്സിനേറ്റഡ് ബ്ലഡ് മാത്രമേ ഹാർട്ടിലൂടെ പാസ് ചെയ്യുന്നുള്ളൂ. സോ ഓൺലി ഡിയോക്സിനേറ്റഡ് ബ്ലഡ് പാസസ് ത്രൂ ദെയർ ഹാർട്ട്. Hence, fish's heart is called as venous heart. Fish's heart is called as venous heart. Venous means deoxygenated. Only venous or deoxygenated blood passes through their heart. Hence, their heart is called as venous heart. അവരുടെ ഹാർട്ടിലൂടെ വീനസ് അല്ലെങ്കിൽ ഡിയോക്സിനേറ്റഡ് ബ്ലഡ് മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. സോ അതുകൊണ്ട് ഫിഷസിന്റെ ഹാർട്ട് എന്ന് പറയുക വീനസ് ഹാർട്ട് എന്നാണ് പറയുക. ഓക്കെ, സോ അതാണ് അവരുടെ സർക്കുലേഷനുമായി റിലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് എക്സ്ക്രീഷൻ. എക്സ്ക്രീഷൻ ബൈ മീസോനെഫ്രിക് കിഡ്നീസ്. മീസോനെഫ്രിക് കിഡ്നി ആണ് എക്സ്ക്രീഷൻ. എക്സ്ക്രീറ്ററി ഓർഗൻ ആണ് കിഡ്നീസ്. മീസോനെഫ്രിക് ടൈപ്പ് ഓഫ് കിഡ്നീസ് ആർ എക്സ്ക്രീറ്ററി ഓർഗൻ ഇൻ ഫിഷസ്. എല്ലാ ഫിഷസിന്റെ എക്സ്ക്രീറ്ററി ഓർഗൻ മീസോനെഫ്രിക് ടൈപ്പ് ഓഫ് കിഡ്നി ആണ്. സോ കിഡ്നീസ് ആർ ദ എക്സ്ക്രീറ്ററി ഓർഗൻ ഇൻ ഫിഷസ്. Then their sense organs includes, ഇനി ഇവരുടെ സെൻസ് ഓർഗൻസ് എടുത്താൽ they have eyes without eyelids. Eye present ആണ് without eyelid. Eyelid ഇല്ലാതെ eye present ആണ്. Internal ear present. മിഡിലും external ear absent ആണ്. External ear and middle ear is absent. Internal ear is present for balancing. Internal ear present for balancing. Lateral line sense organs. ബോഡിയിൽ ഇങ്ങനെ ഒരു മീഡിയൻ ലാറ്ററൽ ലൈൻ പോകുന്നു. ലാറ്ററൽ ലൈൻ സെൻസ് ഓർഗൻ ആൾസോ ഫോർ ബാലൻസിങ്. ലാറ്ററൽ ലൈൻ സെൻസ് ഓർഗൻസ്. 10 pairs of cranial nerves present. നെർവസ് സിസ്റ്റത്തിൽ 10 pairs cranial nerves present ആണ്. So 10 pairs of cranial nerves present in the nervous system. 10 pairs of cranial nerves. ഇതാണ് ഇവിടെ സെൻസ് ഓർഗനും നെർവസ് സിസ്റ്റവുമായി റിലേറ്റ് ചെയ്യുന്നത്. Then reproduction is sexual. സെക്ഷലി ആണ് റീപ്രൊഡ്യൂസ് ചെയ്യുക. ഡെവലപ്മെന്റ് ഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണുള്ളത്. ഡെവലപ്മെന്റ് ഈസ് ഡയറക്റ്റ്. These are the general characters of fishes. All fishesനും general ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് പറഞ്ഞത്. These are the characters shown by both chondrichthyes and osteichthyes. Chondrichthyesനും osteichthyesനും കോമൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ പഠിച്ചത്.